ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സന്തോഷത്തോടെ എടുക്കുന്ന വീഡിയോ അല്ല. എന്ന് വെച്ചാൽ നാളെ ഞാൻ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അപ്പം എനിക്ക് ഇന്ന് പാക്ക് ചെയ്യണം. അപ്പം ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു വ്ളോഗാണ്. ലെറ്റ്സ് പാക്ക് ദ ബാഗ്, ലെറ്റ്സ് പാക്ക് മൈ ബാഗ്. അപ്പം ഇനി ലീവിന് വരണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 5-6 മാസം ആവണം. അപ്പം അതുവരെ നമ്മൾ ഇനി ബാംഗ്ലൂരാണ്, ഹോസ്റ്റലിൽ. അപ്പം ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. ഇനി ഒന്നേന്ന് പാക്ക് ചെയ്യാൻ പോകണതുള്ളൂ. ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. പക്ഷേ അധികം ഒന്നും കൊണ്ടുപോകണില്ല. കുറേ ഡ്രസ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതൊന്നും തിരിച്ചു കൊണ്ടുപോകണില്ല. അല്ലാത്ത ഒരു സാധനങ്ങൾ കൊണ്ടുപോകണുള്ളൂ. പിന്നെ ഇത്തവണ സാരി കൊണ്ടുപോകണം. നമുക്കിപ്പം സെമിനാറുണ്ട്. അപ്പം അതിന് നമ്മൾ സാരി ഉടുത്ത് വേണം ക്ലാസ് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് സാരി കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ, പിന്നെ കുറച്ച് അച്ചാർ, പിന്നെ സ്നാക്സ്, അത്രയൊക്കെ ഉള്ളൂ. വലുതായിട്ടൊന്നും കൊണ്ടുപോകണില്ല. നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. അങ്ങനെ ഒരുവിധം നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഗൈസ്. ഓരോന്നായിട്ട് ഒതുക്കി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെച്ച് ഇനി എല്ലാം കൂടെ എടുത്ത് ബാഗിനകത്ത് വെച്ചാൽ മതി. അതിനിടയ്ക്ക് ഞാൻ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച്. അപ്പം ഇനി നമ്മൾ എല്ലാം കൂടെ ബാഗിനകത്തേക്കും. ഇപ്പം കുറേ ഒന്നും ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടില്ല. കുറച്ച് ഇനി നാളെ ഞാൻ പറഞ്ഞ റീപാക്ക് ചെയ്യണം. അപ്പം അന്നേരം കുറച്ച് ഡ്രസ്സ് നാളെ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ 2-3 ചെപ്പൽസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിൽ ഒരെണ്ണം തിരിച്ച് കൊണ്ടുപോകണമായിട്ട് ആലോചിക്കണം. കൊണ്ടുപോകണമെങ്കിൽ അതൊരെണ്ണം കാണും. ഞാൻ സ്ട്രൈറ്റ്നർ, ഡ്രയറിനകത്ത് കണ്ട അതൊക്കെ തന്നെ ഉള്ളൂ. വലുതായിട്ട് ഇത്തവണ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകണില്ല. എല്ലാം 6 മാസം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് ഇത്ര ഇപ്പം ഉള്ളൂ. ഇനി അതൊക്കെ നമുക്ക് ബാഗിനകത്താക്കാം. ഈ ബാഗിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്കെല്ലാം കറക്കി വെക്കാനുള്ളത്. സാരി പോയാലും ഇപ്പോഴൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയിൽ സാരി വെച്ചു പറയുമ്പോൾ എടുത്താൽ മതിയല്ലോ. നമ്മളിപ്പോൾ ചെന്നിട്ട് ഇനി എടുക്കണ ഡ്രസ്സ് മീതെ വെക്കാം എന്ന് കരുതുന്നു. ഇനി ഒരു കോട്ട് സെറ്റ്, ഞാൻ വിചാരിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പോകാൻ. പക്ഷേ ഇത്തവണ ഡ്രസ്സ് നമ്മൾ കുർത്ത ദുപ്പട്ട സെറ്റൊന്നും വാങ്ങിയില്ല. അധികം തന്നെ വാങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നാൽ ഇടാൻ ദുപ്പട്ട സെറ്റ് വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് കൊണ്ടുപോകാൻ. ഇത് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതായിരുന്നു. അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ. അപ്പോൾ ഇത് പുതിയത് ഞാൻ 1-2 ദിവസം മാറ്റി ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഇനി കൊണ്ടുപോകാൻ കുഴപ്പമില്ല എന്ന് കരുതുന്നു. 2 ജീൻസ് വെറുതെ ആണ് കൊണ്ടുവന്നത്. ഈ വൈറ്റ് ഇട്ടിട്ടേ ഇല്ലടാ. എന്നിട്ട് ചുമന്നുകൊണ്ട് വന്നു. മറ്റേത് ഇന്ന് ഞാൻ പുറത്ത് പോയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം ഡ്രസ്സൊന്നും ഇട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചവിടെ വന്നാണ് പലയിടത്തും പോകാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഈ പാൻറ് എടുത്ത് വെക്കണില്ല. നാളെ ഇട്ടുകൊണ്ട് പോകണത് ഒരു ബ്ലാക്ക് പാൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുത്ത് വെക്കേണ്ടത് മടക്കി ഇങ്ങോട്ട് വെച്ചിരിക്കാം. പിന്നെ ട്രെയിനിലാണ് പോകണത്. അപ്പം ട്രെയിനിൽ ടിക്കറ്റ് RAC ആയി. അത് കൺഫേം ആണല്ലോ. അപ്പം നമുക്ക് സ്ലീപ്പറാണ്. അപ്പം പുതയ്ക്കാനായിട്ട് പുതപ്പ് വേണം. അതുകൊണ്ട് ഒരു പുതപ്പ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതും മീതെയാണ് വെക്കുന്നത്. ഇത് ഏറ്റവും മീതെ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഏറ്റവും മീതെ ഈ പുതപ്പ് വെക്കാമെന്ന് വിചാരിക്കണം. അതാകുമ്പം എടുക്കാൻ അധികം അടിയിലോട്ടായി പോയ പാടായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് മീതെ വെക്കാൻ വേണ്ടി ലാസ്റ്റ് വെക്കണുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഇത് വെക്കണുള്ളൂ. ഇതൊന്നും ഇരിക്കട്ടെ. ഈ സ്ട്രൈറ്റ്നർ ഡ്രയറൊക്കെ വെച്ചുകൊണ്ടിരുന്ന കടവ്. ചെപ്പൽ കൊണ്ടുപോകണം. ഒരു കവറിനകത്ത് ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹീൽസ് അങ്ങോട്ട് കൊണ്ടുപോകണം.
എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹീൽസ് എടുത്ത് വെച്ച് അത്രേ ഉള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ ഇത് കഴിഞ്ഞു. ഇപ്പോൾ സമയത്ത് എനിക്ക് അറിഞ്ഞുകൊണ്ട് 12 കഴിഞ്ഞ് കാണും. അപ്പോൾ ഗുഡ് നൈറ്റ്. ബാക്കി നാളെ കാണിച്ചു തരാം. ഓക്കെ. ഇനി അമ്മ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി തന്നു, വാങ്ങിയും തന്നു. ഞാൻ അതൊക്കെ പാക്ക് ചെയ്യാൻ പോകും. ഇനി ഇന്നലെ ഡ്രസ്സ് പാക്ക് ചെയ്യണം ഞാൻ അടുത്ത്. ഇനി നമുക്ക് കുറച്ച് അല്ലാതെ തീറ്റ സാധനം പാക്ക് ചെയ്യണം. കാണാം, കണ്ടോട്ട് നിരന്നിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യണത് കാണാം. അച്ചാർ ഒരു കുപ്പി എടുത്തോളൂ. പിന്നെ മീൻ വറുത്തതുണ്ട്, മീൻ കരിവാട്, അത് പിന്നെ ചമ്മന്തിപ്പൊടി, ഇതൊക്കെ ഉണ്ട്. പപ്പടം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലൗലോലിക്ക, രൂപിക്ക ഉപ്പിലിട്ടത്. അത് കവറിനകത്ത് ആക്കിയിട്ട് പുറത്ത് വിട്ടേ പൊട്ടിച്ച് അത് വെക്കാം. ഈ ഒരു ബാഗിലാണ് നമ്മൾ കൊണ്ടുപോയത്. അത് വെച്ച് പിന്നെ പപ്പടം വറുത്തിട്ട് അത് അല്ല കുഞ്ഞായിട്ട് കീറിയിട്ട് നമ്മൾ വറുത്ത് തന്നത്. പിന്നെ ചമ്മന്തിപ്പൊടി, കൊഞ്ച് ചെമ്മീൻ ചമ്മന്തിപ്പൊടി, പിന്നെ കൊഞ്ച് കരിവാട്, കുഞ്ഞ് കരിവാട് വറുത്തത്, ഇതൊക്കെ. ഇനിയുള്ളത് നമ്മളെ റൂമിലുള്ള ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വേറെ സ്ഥലത്ത് വരാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബോളി അമ്മ ഉണ്ടാക്കി തന്നെ അത് പൊതിഞ്ഞെടുത്ത്. ഇത് നാരങ്ങ അച്ചാറ്. അയ്യമ്മ ഒട്ടിച്ചില്ല അമ്മ, ഒട്ടിച്ചില്ല. വേറെ സൗണ്ട്. ഇതൊക്കെ എടുത്തത് പൊടിഞ്ഞു പോവും. ഇത് പായസം ഉണ്ടാക്കാൻ പായസം മിക്സ്, പാലിലെ പായസം മിക്സ്. പിന്നെ പായസം ഉണ്ടാക്കാൻ പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടി എടുത്ത് ഇനി ഇത് നമ്മൾ വെള്ളം കലക്കി ഉണ്ടാക്കും. അത് പിന്നെ അച്ഛൻ കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഈന്തപ്പഴം എടുത്തത്, ഡേറ്റ്സ്, കുറച്ച് ബുദ്ധി വയ്ക്കാൻ. നല്ല വെയിറ്റ് ഉണ്ട്, മതി. ഇതിനകത്ത് ഇത്ര വയ്ക്കാമ്മ, ബാക്കിയൊക്കെ ട്രാവലർ ബാഗിനകത്ത് വെച്ചാലോ. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നമുക്ക് ബേക്കറി ഐറ്റംസ് അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ബേക്കറി ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ വയ്ക്കണത്, അത് ഒതുക്കി വയ്ക്കണം. ആൻഡ് ഫൈനലി ഓൾ സെറ്റ്. ബാഗ് കഴിവില്ലമ്മ, കഴിവണമല്ല. ഫുഡ് അത് ബ്രെഡ്, ചിക്കൻ സ്റ്റൂ, പിന്നെ ഓംലെറ്റ്, ബിസ്ക്കറ്റ്. ഇത്രയുള്ള എൻ്റെ ബാഗ് പാക്ക്.